പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 12ാം ക്ലാസ് ദുറൂസുൽ ഇഹ്സാൻ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ വർഷങ്ങളിൽ ഏതു രൂപത്തിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക, ഒരിക്കലും നഷ്ടമാവില്ല. ആദ്യം നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായി നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉത്തരസഹിതം പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇനിയും തുടർന്നും മറ്റു വിഷയങ്ങളുടെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സഹായമായ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുന്നു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ വരുന്നത് നൂസിലു ബിമാ യുനാസിബു. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം വരുന്നത് മൻ അൻകറ റുയത്തല്ലാഹി ഫിൽ ആഖിറത്തി. ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ റുയത്തിനെ ഇൻകാർ ചെയ്ത ഒരുത്തൻ, നിഷേധിച്ച ഒരുത്തൻ, ഫഹുവ കാഫിറുൻ, അവന് കാഫിറാണ്, അവിശ്വാസിയാകും. രണ്ടാമത്തത് അൽ ഹുസ്ന ഫി ഖൗലിഹി തആല ലില്ലദീന അഹ്സനുൽ ഹുസ്ന. ഈ അഹ്സനുൽ ഹുസ്ന എന്നതിൽ പറയപ്പെട്ട, അള്ളാഹുവിൻ്റെ വാക്കിൽ പറയപ്പെട്ട അഹ്സനുൽ ഹുസ്ന എന്താണ്? അൽ ജന്നത്തു, സ്വർഗമാണ്. മൂന്നാമത്തത് മുദാക്കറത്തുൽ ഇൽമി. ഇൽമിനെ പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളത് തസ്ബീഹുൻ, അത് തസ്ബീഹാണ്. നാലാമത്തത് ഇമാമുൽ അമൽ. അമലിൻ്റെ ഇമാമ് അൽ ഇൽമു, വിജ്ഞാനമാകുന്നു. അഞ്ചാമത്തത് ഉമ്മുൽ ഖബായിസ്. സർവ തിന്മകളുടെയും മാതാവ് അൽ ഖംറു, കള്ളാകുന്നു. ആറാമത്തത് മിൻ സുനനിൽ അംബിയായി. അംബിയാക്കളുടെ സുന്നത്തിൽപ്പെട്ടതാണ് അൽ ഫിത്രത്തു, ശുദ്ധ പ്രാകൃതം എന്നുള്ളത്. 7 സഫുഹുൻ വ ഇറാദുൻ അനിൽ ഉഖൂബത്തി. പ്രതിരോധിക്കുന്നതിനെ തൊട്ട് വഴിമാറലും തിരിഞ്ഞു കളയലുമാകുന്നു, ഒഴിഞ്ഞു മാറലുമാകുന്നു അൽ അഫുവു, വിട്ടുവീഴ്ച എന്നുള്ളത്. ഇനി രണ്ടാമത്തത് വരുന്നത് നുമയ്യിസു സഹീഹ ബി ഹാദിഹി. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നേരെ നൽകിയതിൽ നിന്ന് ശരിയായവ ടിക്ക് ചെയ്യാനാണ്. അതിലൊന്നാമത് ഖവായിദു തിബ്ബിൽ അബ്ദാൻ. ശാരീരിക ചികിത്സയുടെ നിയമങ്ങൾ സലാസത്തുൻ, 3 വകുപ്പിലായിട്ട് പറയുന്നുണ്ട്. ശരീരത്തിനെ സംരക്ഷിക്കുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് 3 മുറകൾ പറയുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശം. രണ്ടാമത്തത് മറലുൻ ലാ ദവാ ലഹു. രോഗമാണ്, അതിനിക്ക് ചികിത്സയില്ല. അൽ ഹറമു, വാർദ്ധക്യം. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്നതാണ്, ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ പറ്റാത്തതാണ്. മൂന്നാമത്തത് ലാ യറുദ്ദുൽ ഖലാഅ. ഖലാഇനെ തട്ടിമാറ്റാൻ കഴിയുകയില്ല. ഇല്ല ദുആഉ. ദുആഇനിക്കല്ലാതെ തീരുമാനത്തെ തട്ടി മാറ്റാൻ കഴിയുകയില്ല. നാലാമത്തത് ദുആഉൽ മുഅ്മിനി. മുഅ്മിനിൻ്റെ പ്രാർത്ഥന മുസ്തജാബുൻ യഖീനൻ, ഉറപ്പായിട്ടും അത് ഉത്തരം നൽകപ്പെടുന്നതാണ്. അഞ്ചാമത്തത് ഖൈറുദ്ദവാഇ. ഏറ്റവും നല്ല ചികിത്സയാകുന്നു അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. മൂന്നാമത്തത് നുബയ്യനു, വ്യക്തമാക്കാനാണ്. അതിൽ ഒന്നാമത്തത് മവാനിയു തൗബ. തൗബ സ്വീകരിക്കുന്നതിന് വിലങ്ങായി നിൽക്കുന്ന 3 കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഇദാ വഖൽ യഅ്സു മിനൽ ഹയാത്തി. തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ആഗ്രഹമില്ലാതിരിക്കുക, അതിൽ നമുക്ക് പ്രത്യാശ ഇല്ലാതിരിക്കുക, നിരാശ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലെത്തിയിട്ട് പിന്നെ നമുക്ക് തന്നെ തുടർന്ന് ജീവിക്കാൻ താല്പര്യമില്ല. ആ സാഹചര്യത്തിൽ തൗബക്കത് വിലങ്ങാണ്. നമുക്ക് അങ്ങോട്ട് ജീവിക്കാൻ താല്പര്യമുണ്ട്, അള്ളാഹുവിൻ്റെ ഖലായിൽ അതിയായ വിശ്വാസവുമുണ്ട്, പുറത്തു തരും എന്നൊക്കെ ആ ഒരു ചിന്തയിലാകുമ്പോഴാണ് തൗബക്ക് വിലങ്ങല്ലാതെ വരുന്നത്. രണ്ടാമത്തത് ഇദാ നസറൽ അദാബ്. നമ്മളിൽ ശിക്ഷ ഇറങ്ങുക, അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുക, അതും തൗബക്കുള്ള മവാനിയാണ്. പിന്നെ ഇദാ തലാത്തി ഷംസു മിൻ മഅരിബിഹ. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക, ഇതും തൗബക്കുള്ള മവാനിയാണ്. മൂന്നാമത്തത് ബിനാവുൽ ജന്നത്തി. സ്വർഗത്തിൻ്റെ എടുപ്പ്. ലബനത്തും മിനൽ ഫില്ല ലബനത്തും മിനൽ ദഹബ്. സ്വർണത്താലും വെള്ളിയാലുമുള്ള ഇഷ്ടികകളാണ്, ഇഷ്ടികൾ കൊണ്ടാണ് സ്വർഗത്തിൻ്റെ എടുപ്പുകൾ വരുന്നത്. മൂന്നാമത്തത് ലൗനു ജഹന്നം. ജഹന്നമിൻ്റെ നിറം സൗദാ ഉൻ മുസ്ലിമ, ഇരുണ്ട് കറുത്തതാകുന്നു. നാലാമത്തത് അഫ്ദലു അഖ്സാമി ദിക്രി. ദിക്റിൻ്റെ കിസ്മുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്. ദിക്റിൻ്റെ പല കിസ്മുകൾ നമ്മൾ പഠിച്ചതാണല്ലോ. അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായി വരുന്നത് മാക്കാന ബിൽ കൽബി വൽ ലിസാനി. ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഉണ്ടാകുന്നതാണ്. നാവ് കൊണ്ട് മാത്രമല്ല,
കൂടെ ഹൃദയം കൂടെ അതിലേക്ക് വരുമ്പോഴാണ് ദിക്റിൻ്റെ ഏറ്റവും മുന്തിയ കിസ്മായി മാറുന്നത്. അഞ്ചാമത്തത് ഹദ്ദു ഖസ്സി ഷാരിബി, മീശ വെട്ടുന്നതിൻ്റെ അതിർത്തി എങ്ങനെയാണ്? ഐ യഖുസ്സ ഹത്ത യബുദു തൊറഫ് ഷഫത്തി, ചുണ്ടിൻ്റെ രണ്ട് തെല്ലുകൾ കാണുന്ന, ചുണ്ടിൻ്റെ തെല്ലുകൾ ആ അറ്റം കാണുന്ന രൂപത്തിൽ രോമങ്ങളെ വെട്ടലാകുന്നു, അഥവാ നമ്മുടെ ചുണ്ടിലേക്ക് രോമം ഇറങ്ങാത്ത രൂപത്തിൽ വെട്ടലാകുന്നു. നാലാമത്തത് നുജീബു, ഉത്തരം എഴുതാനാണ്. അതിൽ ഒന്നാമത്തത് മാതാ യഖുലുല്ലാഹു ഇദാ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്നത്ത, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്താണ് അല്ലാഹു തആല അവരോട് പറയുക? തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെല്ലാം നമ്മൾ കൂടുതലാക്കി തരും. 2 യസ്തഗ്ഫിറു കുല്ലു റത്ബിൻ വയാബിസിൻ ലിമൻ, പച്ചയായതും ഉണങ്ങിയതും എല്ലാ വസ്തുക്കളും പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കും. ആർക്ക്? ലിൽ ആലമി, പണ്ഡിതന്മാർക്ക്, ആലിമിനിക്ക്. മൂന്നാമത്തത് മസലുൽ ഉലമായി ഫിൽ അർളി മാഹുവ, പണ്ഡിതന്മാരുടെ ഭൂമിയിലുള്ള ഉപമ എന്താണ്? അവർക്കുള്ള ഉദാഹരണം എന്താണ്? ക മസലിൻ നുജൂമി ഫി സമായി, ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾക്ക് സമാനമാണ് ഭൂമിയിലുള്ള ആലിമീങ്ങൾ എന്നതാണ് ഇതുകൊണ്ട് ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ളത്. നാലാമത്തത് അൽ ഇന്തിഖാസുൽ മാ, വെള്ളം കൊണ്ട് മനോഹരം ചെയ്യുക എന്നുള്ളത്. മാഹുവ, അത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഫിത്രത്തിൻ്റെ 10 കാര്യങ്ങൾ പറഞ്ഞതാണ് അൽ ഇന്തിഖാസുൽ മാ എന്നുള്ളത്. പക്ഷേ അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു വിശദീകരണം കൂടെ അവസാനത്തിൽ അതിൽ കൊടുക്കുന്നുണ്ട്. അൽ ഇസ്തിൻജാവു, മനോഹരം ചെയ്യലാണ് എന്ന് പറയുന്നത്. അൽ ഇസ്തിൻഗാസുൽ മാ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്തിൻജാവു എന്ന് എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്നുകൂടെ പറഞ്ഞു തരികയാണ്. അഞ്ചാമത്തത് അഷദ്ദു അല ഷെയ്ത്വാനി മിൻ അൽഫി ആബിദിൻ, ഇബാദത്തെടുക്കുന്ന 1000 ആൾക്കാരെ പഴപ്പിക്കുന്നതിനേക്കാളും ഷെയ്ത്താന് പ്രയാസം ഫക്കീഹിൻ വാഹിദിൻ, കർമ്മശാസ്ത്രപരമായ വിജ്ഞാനങ്ങളുடைய ഒരു ആലിമിനെ പഴപ്പിക്കാനാണ്. അൽ ബറാജിമു മാഹിയ, ബറാജിമ് കെണുപ്പുകൾ ഏതൊക്കെയാകുന്നു? കെണുപ്പുകൾ കഴിയുക എന്ന് നമ്മൾ ആ പത്തനത്തിൽ, ഫിത്രത്തിൻ്റെ പത്തനത്തിൽ പറഞ്ഞാലേ. ഒക്കുദുൽ അസാബിയെ വ മഫാസിലുഹ, വിരലുകളിൽ കെണുപ്പുകളും അതേ പ്രകാരം തന്നെ അതിൻ്റെ മറ്റുള്ള മടക്കുകൾ വരുന്ന ഭാഗങ്ങളും. അഞ്ചാമത്തത് നുക്കമിൽ പൂർത്തിയാക്കാനാണ്. ഖാലിഫുൽ മുശ്രിക്കീന യഹ്ഫുസ് സവാരിബ വഅഫു അൽ യഹിയ. 2 ഖുദിൽ അഫു ഉമർ ബിൽ ഉറഫി വഗരിൽ അനിൽ ജാഹിലീൻ. ഇന്നൽ റിഫ്ക ലാ യകൂനു ഫി ഷൈഇൻ ഇല്ല സാനഹു വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ല ഷാനഹു. ആറാമത്തത് നുതർജിമു ബി അറബി മലയാളം, അറബി മലയാളത്തിൽ ഇതിൻ്റെ പരിഭാഷപ്പെടുത്താനാണ്. 1 ഇന്ന അഹദക്കും ഇദാ മാത ഉരിള അലൈഹി മഖഅദുഹു ബിൽ ഒദാവത്തി വൽ അശീ, നിശ്ചയം നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ ഇരിപ്പിടം രാവിലെയും വൈകുന്നേരവും അവൻ്റെ മേൽ വെളിവാക്കപ്പെടും. 2 നാറുക്കും ജുസുഉം മിൻ സബഈന ജുസുഅം മിൻ നാരി ജഹന്നം, നിങ്ങളുടെ തീ നരകത്തീയുടെ 70 ഒരംശമാകുന്നു. മൂന്നാമത്തത് മജാലിസുൽ ഇൽമി, ഇൽമിൻ്റെ മജ്ലിസ് ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാമി, ദിക്റിൻ്റെ മജ്ലിസുകൾ ഹറാമിനെയും ഹലാലിനെയും വേർതിരിക്കുന്ന മജ്ലിസുകളാണ്. 7 നക്തുബുൽ മാന ബിൽ അറബി മലയാളം, അറബി മലയാളത്തിൽ അർത്ഥം എഴുതാനാണ്. ഫുർസാത്തുൻ സമീനത്തുൻ, വിലപിടിപ്പുള്ള ഒഴിവ് സമയങ്ങൾ. 2 ലം നത്തജാവദ് സിന്നത്ത് അലുമി, പഠന പ്രായം നാം വിട്ട് കടന്നിട്ടില്ല. 3 അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിനെ ഓർക്കൽ കൊണ്ട് മനസ്സുകൾ സമാധാനിക്കും. ഇനി നമ്മൾ മറ്റൊരു വർഷത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ കൂടെ വായിക്കുന്നുണ്ട്. അതിലും ഒന്നാമത്തത് നൂസിലു ബിമാ യുനാസിബു, യോജിച്ചവ ചേർത്തി കൊടുക്കാനാണ്. ഒന്നാമത്തത് വരുന്നത് സാബിത്തത്തും ബിൽ ഖുർആനി വ സുന്നത്തി വൽ ഇജ്മാഇ, പണ്ഡിതന്മാരുടെ ഏകകണ്ഠേനയുള്ള അഭിപ്രായം, തിരുചര്യ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ എന്നിവ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ത്? ലിഖാഉല്ലാഹി ഫിൽ ആഖിറ, ആഖിറത്തിൽ അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. ഉജൂഉൻ യൗമഇദിൻ നാദിറത്തുൻ, അവർ റബ്ബിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരായിരിക്കും. ഇലാ റബ്ബിഹ നാദിറ, അത് ആയത്താണ്. നാദിറ എന്നതാണ് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ളത്. മൂന്നാമത്തത് മുദാക്കറത്തുൽ ഇൽമ്, ഇൽമിനെ പരസ്പരം ചർച്ച ചെയ്യുക എന്നുള്ളത്. തസ്ബീഹുൻ, അത് തസ്ബീഹാണ്. കഴിഞ്ഞ പേപ്പറിലും ഈ ചോദ്യം വന്നിട്ടുണ്ട്.
നാലാമത്തത് അൽ ഉലമാഉ അഫ്ളലു മിനൽ ഉബ്ബാദി. അൽ ഉലമാഉ പണ്ഡിതന്മാർ, അഫ്ളലുൻ അവർ ശ്രേഷ്ഠന്മാരാണ്, മിനൽ ഉബ്ബാദി ഇബാദത്തെടുക്കുന്ന ആളുകളെക്കാളും, കൂടുതൽ ഇബാദത്തെടുക്കുന്നവരെക്കാളും ശ്രേഷ്ഠന്മാരാണ് ആലിമീങ്ങളായ ആളുകൾ. അഞ്ചാമത്തത് വാജിബുൻ അല റിജാലി വ നിസായി ജമീഅൻ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നിർബന്ധമുള്ള ഒന്നാണ് അൽ ഖിതാൻ. ഖിതാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് സുന്നത്ത് കല്യാണം എന്നുള്ളത്, ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത്. ആറാമത്തത് വസുലുൽ ബറാജിമ്, ബറാജിമിനെ കഴുകുക എന്നുള്ളത്, കണുപ്പുകളെല്ലാം കഴുകുക എന്നുള്ളത് സുന്നത്തുൻ മുസ്തഖില്ലത്തുൻ, അത് മുസ്തഖിലായിട്ടുള്ള ഒരു സുന്നത്താണ്. ഇതിനെ നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിലും ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഫിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പറയപ്പെട്ട ഒരു കാര്യമാണത് വസുലുൽ ബറാജിം എന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തത് നുമയ്യിസു സ്വഹീഹ ബി ആദിഹി. താഴെ കൊടുത്തിരിക്കുന്നവർക്ക് ചോദ്യങ്ങൾക്ക് നേരെ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായവർക്ക് ടിക്കറ്റ് കൊടുക്കാനാണ്. ഒന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് നഹാന ഞങ്ങളോട് വിരോധിച്ചിരിക്കുന്നു, അന്നസ്തൻജിയ ഞങ്ങൾ മനോഹരം ചെയ്യുക, ബി അലുമിൻ ശരിയായത് ബി അലുമിൻ എല്ലുകൊണ്ട് മനോഹരം ചെയ്യുന്നതിനെ ഞങ്ങളെ എതിർത്തിരുന്നു. രണ്ടാമത്തത് ലാ യുൻസഉ റിഫ്ഖു മിൻ ഷൈഇൻ, ഒന്നിൽ നിന്നും റിഫിക്കിനെ കൃപയെ ഊരുകയില്ല, ഇല്ലാ ഷാനഹു അതിനെ നിന്യമാക്കിയിട്ടല്ലാതെ ഇല്ല. മൂന്നാമത്തത് ഇദാ ഖതൽതും ഫഹ്സിനു, നിങ്ങളൊരു മൃഗത്തെ അറുക്കുകയാണെങ്കിൽ, ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ അതിൻ്റെ കൊലയെ നിങ്ങൾ നന്നാക്കുക. അൽ കിത്തലത്ത അതിന് അറവ് നടത്തുന്നതിനെയോ അല്ലെങ്കിൽ കൊല്ലുന്നതിനെയൊക്കെ വേഗത്തിൽ തന്നെ ചെയ്യുക, അതിനടങ്ങാറാക്കരുത്. കൊല്ലുകയാണെങ്കിൽ പോലും വേഗത്തിൽ ജീവൻ എടുക്കണം, ഇങ്ങനെ കൊല്ലാകൊല ചെയ്യരുത് എന്നർത്ഥം. നാലാമത്തത് മറദുൽ കൽബി, ഹൃദയ രോഗം, ഇമ്മ മറദു ശുബഹത്ത് നമ്മൾ ബുക്കിൽ പഠിച്ചതാണ്, തെറ്റിദ്ധാരണയുടെ രോഗമായിരിക്കാം ചിലപ്പോൾ. അഞ്ചാമത്തത് ദാഉൻ ലാ ദവാ അലഹു, അതൊരു രോഗമാണ്, അതിനേക്ക് ചികിത്സയില്ല. ഏതാണത്? അൽ ഹറമു വാർദ്ധക്യമാണ്. കഴിഞ്ഞ പേപ്പറിലും ഉണ്ടത് ചോദ്യം. മൂന്നാമത്തത് നുബയ്യിനു വ്യക്തമാക്കാനുള്ളതാണ്. മവാനിയു തൗബ, തൗബയുടെ വിലങ്ങുകൾ, ഈ കാര്യങ്ങളുണ്ടെങ്കിൽ തൗബക്ക് നമുക്ക് അവസരം ഇല്ല. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ തൗബയുടെ ചാൻസ് നഷ്ടപ്പെടും. ഇതും കഴിഞ്ഞ ചോദ്യപേപ്പറിലുള്ളതാണ്. അതിൽ ഒന്നാമത്തത് വുക്കൂൽ റിയാസത്തി മിനൽ ഹയാത്തി, അവൻ തൻ്റെ ജീവിതത്തിൽ നിന്ന് നിരാശനാവുക, അവനിക്കെന്നെ ജീവിക്കാൻ താല്പര്യമില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തുക. പിന്നെ രണ്ടാമത്തത് നുസൂലുൽ അദാബ്, ഒരാളിൽ ശിക്ഷ ഇറങ്ങുക, ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തൗബ മവാനിയാവും. മൂന്നാമത്തത് തുലൂ ഷംസ് മിൻ മഅരിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക, അതോടെ തൗബയുടെ വാതിൽ അടയും. ഇനി രണ്ടാമത്തത് അൽ അഷിയാവുൽ അഷറത്തുല്ലത്തി തുഉദി ഇൻഹിബാസുഹ, അതിനെ നിയന്ത്രിക്കൽ, പിടിച്ചു വെക്കൽ, സ്വയം നിയന്ത്രിക്കൽ നമുക്കതിന് ബുദ്ധിമുട്ടാകും. അങ്ങനത്തെ 10 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അദ്ദമു രക്തം, അൽ മനിയു മനി, അൽ ബൗലു മൂത്രം, അൽ ഓയ്ത്തു കാഷ്ടം, അൽ രീഹു കീഴ്വായു, അൽ കൈഉ ഛർദിക്കുക, അൽ ഉത്താഷു തുമ്മൽ, അൻ നൗമു ഉറക്കം, അൽ ജൂ വിശപ്പ്, അൽ അതിഷു ദാഹം. ഇത് നമുക്ക് നിയന്ത്രിക്കൽ എന്താണ് പ്രയാസമായിട്ടുള്ള ഒരു വിഷയമാണ്. അടുത്ത ചോദ്യം നാലാമത്തത് നുജീബു, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലൊന്നാമത്തത് കാലത്താല അള്ളാഹു താല പറഞ്ഞു, സാരിയോ നിങ്ങൾ ഉളരുക, ഇലാമ എന്തിലേക്കാണ് നിങ്ങൾ ഉളരേണ്ടത്, ഇലൽ മഅ്ഫിറത്തി മിർ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും, വ ജന്നത്തിൻ സ്വർഗത്തിലേക്കും. രണ്ടാമത്തത് തുർബത്തുൽ ജന്നത്തി മാഹിയ, സ്വർഗത്തിലെ മണ്ണ് എന്താണ്? ജഅഫറാനാണ്, കുങ്കുമം. മൂന്നാമത്തത് മിൻ ഐന തതഫജ്ജറു അൻഹാറുൽ ജന്നത്തി, സ്വർഗത്തോപ്പുകൾ എവിടെ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത്? മിനൽ ഫിർദൗസ്, ഫിർദൗസിൽ നിന്നാണ്. നാലാമത്തത് മതാ ഖലഖല്ലാഹു അൽ ജന്നത്ത വന്നാർ, സ്വർഗത്തെയും നരകത്തെയും അള്ളാഹു എപ്പോൾ പടച്ചോ? കബുലൽ ഖിൽക്കത്തി, സർവ സൃഷ്ടികളെയും പടക്കുന്നതിന് മുന്നേ തന്നെ പഠിച്ചിട്ടുണ്ട്.
അഞ്ചാമത്തത് ഹുക്കുമു തൗബത്തി മാഹുവ, തൗബയുടെ വിധി എന്താണ്? വാജിബുൻ, നിർബന്ധമാണ് തൗബ ചെയ്യൽ. ആറാമത്തത് ആ തഫക്കുറു ഫിൽ ഇൽമിൽ ചിന്തിക്കുക എന്നുള്ളത് യഅദിലു, അത് തുല്യമാകും ലിമ, എന്തിനോട്? ലിസുയാമി, നോമ്പിനോട്. ഏഴാമത്തത് അൽ ഹിൽമു മിൻ അഖ്ലാഖി മൻ, ഹിൽമ് എന്നുള്ള സ്വഭാവം, സഹനം, അത് ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? സഹനം. മിൻ അഖ്ലാഖിൽ കിറാമി അൽ അഫ്ലാൽ, ശ്രേഷ്ഠന്മാരായ ബഹുമാനികളായ ആളുകളുടെ സ്വഭാവ ഗുണമാണ് സഹനശക്തി എന്നുള്ളത്. എട്ടാമത്തത് അൽ വാജിബു മിൻ ഖിസാലിൽ ഫിത്രത്തി മാഹുവ, ഫിത്രത്തിൻ്റെ കാര്യങ്ങളിൽ നിർബന്ധമായി വരുന്ന എന്താണ്? അൽ ഖിതാനു, ചില കർമ്മം ചെയ്യുക എന്നുള്ളത്. അത് പ്രാകൃതത്തിൽ നിർബന്ധമായി വരുന്ന ശുദ്ധ പ്രാകൃതമുണ്ടല്ലോ, അതിൽ നിർബന്ധമായി വരുന്നതാണ് ഖിതാൻ, ചില കർമ്മം ആണിനും പെണ്ണിനും നിർബന്ധമാണ്. അഞ്ചാമത്തത് നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന ബസിയാദത്തുൻ, ഗുണം ചെയ്തവർക്ക് സ്വർഗവും അള്ളാഹുവിനെ കാണലും ഉണ്ട്. 2 മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫക്കിഹുഹു ഫിദ്ദീൻ, ഏതെങ്കിലും ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈറ് ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അവനെ ദീനിൽ അറിവുള്ളവനാക്കും. മൂന്നാമത്തത് ഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമൻ, നിശ്ചയം അംബിയാക്കൾ ദിർഹമോ ദീനാറോ അവകാശ സ്വത്താക്കിയിട്ടില്ല. അപ്പോൾ അവർക്ക് അവകാശ സ്വത്തായിട്ട് ദീനാറും ദിർഹമൊന്നും ഇല്ല. നാലാമത്തത് വലിക്കുല്ലി ഷൈഇൻ ഇമാദുൻ വ ഇമാദുദ്ദീനി അൽ ഫിഖ്ഹു, എല്ലാ വസ്തുവിനും ഒരു തൂണുണ്ട്, ദീനിൻ്റെ തൂണ് ഫിഖ് ആകുന്നു. ദീനിൻ്റെ തൂണായിട്ട് പരിചയപ്പെടുത്തുന്നത് ഫിഖ് ആണ്, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിലുള്ള വിജ്ഞാനങ്ങളാണ്. ഓക്കെ. ആറാമത്തത് നെക്തുബുൽ മാന, അർത്ഥം എഴുതാനാണ്. കാദത്തുൻ, നയിക്കുന്നവർ. ദബീഹത്തുൻ, അറുക്കപ്പെടുന്നത്. നാലറത്തുൻ, സന്തോഷിപ്പിക്കുന്നത്. ഹെമ്യത്തുൻ, പഥ്യം. ഹദഫുൻ, ലക്ഷ്യം. ഇങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ 2 ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലായി. ഈ 2 ചോദ്യപേപ്പറും കമ്പയർ ചെയ്ത് നന്നായി പഠിക്കുക. ഇതിൽ പല ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പാഠഭാഗത്തിൽ അറബിയുമായി നല്ല ബന്ധമുണ്ടെങ്കിലേ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ പാഠഭാഗങ്ങളും നന്നായി അർത്ഥം വെച്ച് പഠിക്കുക. അതിൽ വരുന്ന ഹദീസുകൾ നോട്ട് ചെയ്യുക. ആയത്തിൻ്റെ ഭാഗങ്ങൾ പ്രത്യേകമായി ഹിഫ്ള് ചെയ്ത് മനഃപ്പാഠമാക്കി വെക്കുക. എങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം പ്രതീക്ഷിക്കാമെങ്കിലും അവസാനത്തെ 4 പാഠഭാഗങ്ങൾ ഒന്നുകൂടെ പ്രത്യേകമായി നമ്മൾ കണക്കിലെടുക്കുക. ദുറൂസിലെ അവസാനത്തെ 2 പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവാണ് ചോദിച്ചിട്ടുള്ളത്, എങ്കിലും നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇൻഷാ അല്ലാഹ്. ഇത്തരം വീഡിയോ ചെയ്ത് സഹായിക്കുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായം സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് സഹായിക്കണമെന്ന് അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.